ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. എസ് നായർ ആസ്ട്രോ ആൻഡ് പാംസിലേക്ക് സ്വാഗതം. 2025 നവംബർ 30 മുതൽ 2025 ഡിസംബർ 6 വരെ, അതായത് 1201 വൃശ്ചിക മാസം 14 മുതൽ 1201 വൃശ്ചിക മാസം 20 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കുറെ കാലമായി കിട്ടാതിരുന്ന പണം കിട്ടാൻ സാധ്യത കാണുന്നു. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ജോലിയിൽ സമയമാറ്റമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ ഉണ്ടാകും. ഇടവം രാശി. കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. പുണ്യക്ഷേത്ര ദർശനം നടത്തും. ഏറ്റെടുത്ത ജോലികൾ വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കും. മിഥുനം രാശി. മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച നാട്ടിൽ ചെറിയ ബിസിനസ് തുടക്കം കുറിക്കും. ശത്രുശല്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കർക്കിടകം രാശി. പുണർദം 15 നാഴിക, പൂയം, ആയില്യം. ഇവർക്ക് ഈ ആഴ്ച തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനം കിട്ടാനുള്ള ഭാഗ്യവും കാണുന്നു. ഉദ്ദേശിക്കാത്ത പണം കയ്യിൽ വരാനുള്ള സമയമാണ്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കുടുംബസ്വത്ത് കിട്ടാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ അത് കിട്ടുന്നതിനു വേണ്ടി കഠിനപ്രയത്നം ചെയ്യേണ്ടതായി വരും. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സൂക്ഷിക്കുക. ചതി പറ്റാനുള്ള സാഹചര്യം ഉണ്ട്. കന്നിരാശി. ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കുടുംബത്തിൽ പ്രധാനിയായ ആൾക്ക് അസുഖം വരാനുള്ള സാധ്യത കാണുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ വിജയസാധ്യത ഉണ്ട്. പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. തുലാരാശി. ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച വരുമാനം വർദ്ധിക്കും. സഹോദരങ്ങളും അയൽവാസികളും സ്നേഹത്തോടെ പെരുമാറും. ബിസിനസ് വളരെ ലാഭകരമായി തുടരും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും. വൃശ്ചികം രാശി. വിശാഖം 15 നാഴിക, അനിഴം, കേട്ട. ഇവർക്ക് ഈ ആഴ്ച ഉദരരോഗം, നേത്രരോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പണം നഷ്ടം വരാനുള്ള സാഹചര്യമുണ്ട്. പുതിയ വാഹനം വാങ്ങും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പണം കടം വാങ്ങേണ്ടതായി വരും. കുടുംബത്ത് സ്വസ്ഥത കുറയും. വീട്ടുപകരണങ്ങൾ മോഷണം പോകാതെ സൂക്ഷിക്കുക. നാൽക്കാലികളെ കൂടുതൽ ശ്രദ്ധിക്കണം. മകരം രാശി. ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കും. പക്ഷേ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം സ്വന്തം നിലനിൽപ്പിന് ദോഷമുണ്ടാകാതെ നോക്കിക്കൊള്ളണം. വീട്ടിൽ അതിഥികൾ വന്നു ചേരും. കുംഭം രാശി. അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച മനസമാധാനം കുറയുന്ന സമയമാണ്. കുട്ടികൾക്ക് ശാരീരികമായി ചെറിയ അസുഖം ഉണ്ടാകും. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. മീനം രാശി. പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച പിതൃസ്വത്ത് കിട്ടാനുള്ള യോഗം കാണുന്നു. മാതാവിന് ചെറിയ അസുഖം കാരണം ആശുപത്രിവാസം ഉണ്ടാകും. പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാഹചര്യവും കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേരും രാശിയും കമന്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. എന്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.